എന്തുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നത് ചോദ്യമുണ്ടല്ലോ. അത് അവിടെ മെഡിക്കൽ അധികൃതർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ അപ്പോഴും അവിടെ അവസാന ആശ്രയ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് എത്തുന്ന രോഗിയാണ്. അദ്ദേഹത്തിന് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വേണമെന്നല്ലോ ഇതൊക്കെ നടത്താൻ. പക്ഷെ അത്തരമൊരു ശ്രമവും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുകൂടിയല്ലേ ഈ ശബ്ദരേഖ പുറത്തു വരുമ്പോൾ അത് വ്യക്തമാക്കുന്ന അരുൺരാജ്. തീർച്ചയായും ഉന്മേഷ്, ഒരു ഘട്ടത്തിൽ പോലും ഈ വേണുവിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്ന് വെളിവാക്കുന്നതാണ് ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശം. എന്തുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാത്തത്, എന്ത് കാരണത്താലാണ് ആൻജിയോഗ്രാമുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ നിന്ന് വേണുവിനെ ഒഴിവാക്കിയത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വേണുവിനോ വേണുവിന്റെ ബന്ധുക്കൾക്കോ നൽകിയിരുന്നില്ല. അത് വേണുവിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഒരു നിസ്സഹായാവസ്ഥ വേണു ഇത് ഈ വാക്കുകളിലൂടെ പുറപ്പെടുവിക്കുന്നുണ്ട്. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയില്ല. തനിക്ക് എന്ത് സംഭവിച്ചാലും ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദി ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി ജീവനക്കാരാണ്, ആശുപത്രിയിലെ ഡോക്ടർമാരാണത്. അത് കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരെ അടക്കം വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വേണു അവിടെ നേരിട്ടത് വലിയ രീതിയിലുള്ള നിസ്സഹായാവസ്ഥയും അവഗണനയുമാണെന്ന് വെളിവാക്കുന്നതാണ് ഈ ശബ്ദ സന്ദേശം. എന്തായാലും ഈ ശബ്ദ സന്ദേശത്തിൽ വേണു കൂടുതൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അത് പൊതുജനങ്ങളോടും അത് ഈ കേരള സമൂഹത്തോടുമാണ്. കാരണം വേണു അങ്ങനെ തന്നെയാണ് പറയുന്നത്. കേരള സമൂഹത്തോടും അതുപോലെ തന്നെ പൊതുജനങ്ങളോടുമാണ് തന്റെ അഭ്യർത്ഥന. താൻ എന്ത് സംഭവിച്ചാലും, തനിക്ക് എന്ത് തന്നെ എങ്ങനെ പോയാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ കാർഡിയോളജി വിഭാഗമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരണം, കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരണമെന്ന് ആവർത്തിക്കുകയാണ് വേണു ഈ ശബ്ദ സന്ദേശത്തിലൂടെ ചെയ്യുന്നത്. ശരി, അരുൺരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം അത് ബന്ധുവിനയച്ച ഒരു ശബ്ദ സന്ദേശമാണ്. അതിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്ത് വിടുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തനിക്ക് ചികിത്സ ലഭിച്ചില്ല എന്ന് വേണു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ചെയ്യാമെന്ന് പറഞ്ഞ ചികിത്സകളൊക്കെ അവിടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായില്ല. അതിന് കാരണം അറിയേണ്ടതുണ്ട്. തന്നെ ഒരു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എന്നിങ്ങനെയുള്ള വേണുവിൻ്റെ വിമർശനം പുറത്തു വരുന്നുണ്ട്. ബുധനാഴ്ച എക്കോയും വ്യാഴാഴ്ച ആൻജിയോഗ്രാമും ഒക്കെ ചെയ്യാമെന്നാണ് അറിയിച്ചിരുന്നത്. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിരുന്നു. പക്ഷേ തുടർ ചികിത്സ അവിടെ ഉണ്ടായില്ല എന്നാണ് വേണു പറയുന്നത്. എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് ആശുപത്രി അധികൃതരാണ് വിശദീകരിക്കേണ്ടത്. അങ്ങനെ ഒരു ചികിത്സ ലഭ്യമാക്കുന്ന സ്ഥിതിയിലായിരുന്നില്ല വേണു എന്നൊക്കെ നേരത്തെ അവിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പ്രതികരണമൊക്കെ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാർഡിയോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ കാര്യമാണ് വേണു ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.